സർ നമസ്കാരം. നമസ്കാരം. ദൈവനിന്ദയെ വലിയ കുറ്റകൃത്യമായിട്ട് കണക്കാക്കുന്ന രാജ്യങ്ങളാണ് പാകിസ്ഥാൻ, സൗദി അറേബ്യ, ഇറാൻ, അഫ്ഗാനിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ. ഇവിടെയൊക്കെ വളരെ സ്ട്രിക്റ്റർ ആയിട്ടുള്ള ഈ ബ്ലാസ്ഫമി നിയമങ്ങളാണുള്ളത്. ഇന്ത്യയും അത്തരത്തില് ബ്ലാസ്ഫമി നിയമങ്ങളെ ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടുത്താൻ തുടങ്ങിയാൽ ഹിന്ദുമതം തകരില്ലേ? ഹിന്ദു മതം തകരുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ടൈം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. നാളെ രാവിലെ തന്നെ തകരുമെന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷെ ഗ്രാജ്വലി അത് അങ്ങനെ തന്നെയായിരിക്കും സംഭവിക്കുക. അതിൻ്റെ ഒരു അധപ്പതനമായിരിക്കും സംഭവിക്കുക. ഗൗതം ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കേസിൽ ഇപ്പോൾ ഈ പറയുന്ന രാജ്യങ്ങളിലെയൊക്കെ തന്നെ ഒരു അവസ്ഥ ഒന്ന് എടുത്ത് ആലോചിച്ച് നോക്കണം. ഇപ്പോൾ ഗൗതം പറയാത്ത ഒരുപാട് രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ ഇറാൻ പോലെയുള്ള നിരവധി രാജ്യങ്ങളുണ്ട്. അപ്പോൾ ആ രാജ്യങ്ങളിലെല്ലാം തന്നെ ഈ ബ്ലാസ്ഫമി എന്ന് പറയുന്നത് വലിയ പ്രശ്നമായി. ഇപ്പം ചില രാജ്യങ്ങൾ ഗൾഫ് കൺട്രീസിലൊന്നും വലിയ പ്രശ്നമില്ല. പക്ഷെ ബാക്കിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത് അത്തരത്തിൽ നിയമങ്ങൾ അടിച്ചേൽപ്പിക്കപ്പെടുമ്പോൾ ആ ഭരണകൂടത്തിനെതിരെ വിമർശിക്കാനുള്ള അവകാശം കൂടി നഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം തന്നെ ഉപയോഗിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടേതൊരു മതഭരണകൂടമാണെന്നും ദൈവത്തിന് വേണ്ടി ഞങ്ങൾ ഭരിക്കുകയാണെന്നും പറയുന്ന അവരുടെ ഒരു തട്ടിപ്പ്, ആ തട്ടിപ്പിനെതിരെ ജനങ്ങൾ പ്രതികരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മിക്ക രാജ്യങ്ങളിലും ഇത്തരത്തിലുള്ള പരിപാടികൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് നടപ്പിലായിക്കൊണ്ടിരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ പതുക്കെ പതുക്കെ ജനങ്ങൾക്ക് ഈ വിശ്വാസത്തിൽ നിന്ന് പുറത്തു പോവുകയും അവർ പലപ്പോഴും ആ വിശ്വാസത്തിൽ വലിയ നഷ്ടം സംഭവിക്കുകയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഇതൊക്കെ അടിച്ചേൽപ്പിക്കാൻ നോക്കുന്നോ അത്രത്തോളം ഇത് വലിയ പ്രശ്നമായിട്ടും പലപ്പോഴും എതിരായിട്ടും ഒക്കെ സംഭവിക്കും. അപ്പം ആ ഒരു കാര്യം യഥാർത്ഥത്തിൽ ഇപ്പം ഇന്ത്യയുടെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കിയാൽ ഇന്ത്യയിലേക്കുമൊക്കെ അത് വന്നിട്ടുണ്ട്. ഇപ്പം മതപരമായിട്ടുള്ള ഒരു റിജിഡിറ്റി ഹിന്ദു മതത്തിന് കൂടി കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? സംഭവിക്കുന്നത് ഹിന്ദു വിശ്വാസവും ഹിന്ദുവിൻ്റെ ഗ്രന്ഥങ്ങളുമെല്ലാം വലിയ തോതിൽ വിമർശിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ എപ്പോഴൊക്കെയാണോ നിങ്ങൾ നിങ്ങളുടെ മറ്റേ സ്ട്രെങ്തൻ ഒന്നുകൂടി നിങ്ങൾ ടൈറ്റൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് അപ്പോഴൊക്കെ ഇതിനെതിരെയുള്ള വിമർശനം കൂടും എന്നുള്ളതാണ് വാസ്തവം. അപ്പം അങ്ങനെ കൊണ്ടേയിരിക്കും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അത് ഇന്ത്യ എന്നോ ലോകത്തെ മറ്റു രാജ്യങ്ങളെന്നോ ഒക്കെ തന്നെ യാതൊരു ഇത് വ്യത്യാസവും ഇല്ല. അത് അവരുടെ വിശ്വാസങ്ങളെ പതുക്കെ പതുക്കെ ഇല്ലായ്മ ചെയ്യാൻ മാത്രമേ അത്തരത്തിലുള്ള ദൈവനിന്ദയുടെ പേരിലുള്ള കടുത്ത ശിക്ഷാ നടപടികൾ സഹായിക്കുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. അതിലൊരു സംശയമില്ല. അത് ഈ ഒരു കാര്യം കൂടി കരുത്തിനോട് പറയാം, ഈ ദൈവനിന്ദ എന്ന് പറയുന്നത് വലിയ തെറ്റായി കാണുന്ന രാജ്യങ്ങൾ ഏതാണ് നമ്മൾ മിക്കവാറും നോക്കണം. മിക്ക രാജ്യങ്ങളിലും അത് വളരെ കർക്കശമായി അടിച്ചേൽപ്പിക്കപ്പെടുന്നത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മതപരമായ ശാസനകളാൽ ഭരിക്കപ്പെടുന്ന രാജ്യങ്ങളാണ്. വളരെ കൃത്യമായിട്ട് പറഞ്ഞാൽ മിക്കവാറും ഇസ്ലാമിക് സ്റ്റേറ്റുകളിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള സ്റ്റേറ്റുകളിൽ എന്തിനാണ് അവരിത് കൊണ്ടുവരുന്നതെന്ന് നമ്മൾ ആദ്യം ആലോചിക്കണം. ആ കൊണ്ടുവരുന്നതിൻ്റെ കാര്യം മതത്തോടോ അല്ലെങ്കിൽ ദൈവത്തോടുള്ള ഭക്തി കൊണ്ടല്ല. പകരം യഥാർത്ഥ കാരണം ആ ദൈവത്തിൻ്റെ പ്രതിപുരുഷന്മാരായി ഞങ്ങൾ ഭരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ്. അപ്പോൾ ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു സ്റ്റേജിലേക്ക് പതുക്കെ പതുക്കെ നമ്മുടെ പൊളിറ്റിക്സ് കടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ബയോളജിക്കലി ഉണ്ടായ ഒരാളല്ലെന്നും എന്നെ ദൈവം നിയോഗിച്ച ഒരാളാണെന്നും ഒക്കെ നരേന്ദ്രമോദി അടക്കം പറഞ്ഞു തുടങ്ങിയത് നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു തുടങ്ങുന്നതിൻ്റെ ഭാഗമായി പലപ്പോഴും ഇപ്പോൾ പണ്ട് നിർമാല്യം പോലൊരു സിനിമയോ അല്ലെങ്കിൽ MT വാസുദേവൻ എഴുതിയിട്ടുള്ള പല ചെറുകഥകളുമോ ഇപ്പോൾ എഴുതാൻ കഴിയാത്ത ലെവലിലേക്ക് നമ്മളൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് യഥാർത്ഥത്തിൽ ഗൗതം ഉദ്ദേശിക്കുന്ന പോലെ ഇത് നിയമപരമായി മാത്രം നിർബന്ധം പിടിക്കണം എന്നില്ല. നമ്മുടെ ഒരു സാമൂഹികമായിട്ടുള്ള ചുറ്റുപാടുകളും നിർബന്ധം പിടിച്ചാലും മതി. ഇപ്പം അങ്ങനെ നിർബന്ധത്തിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ. ഇല്ല, ഇപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് അങ്ങനെ സ്ട്രിക്റ്റർ ആവുന്നു, നമ്മളും എന്തുകൊണ്ട് അങ്ങനെ രീതിയിൽ കടക്കുന്നു എന്ന് കുറച്ച് ആൾക്കാർ വാദിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദു ദൈവങ്ങളെ നിങ്ങൾക്ക് എന്തും എങ്ങനെയും വരയ്ക്കാം, ഏത് രീതിയിലും ചിത്രീകരിക്കാം, ഒരു കുഴപ്പമില്ല, ആരും തലവെട്ടില്ല, കൈവെട്ടില്ല. പക്ഷേ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ ഒരു നാടാണ് കേരളം. അപ്പം നമ്മളും കൂടുതൽ ജാഗ്രതരാവണം, നമ്മളും അവരെ പോലെ തന്നെ ആകണം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് മാറുകയാണ്. അത് തന്നെ ഒരു തെറ്റായിട്ടുള്ള ഒരു കാര്യമല്ലേ? അപ്പുറത്ത് ഒരുത്തൻ നമ്മുടെ വീട്ടിൽ കയറി കൊള്ളയടിച്ചു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, നമുക്കും അപ്പുറത്ത് കയറി കൊള്ളയടിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം എന്ന് നമ്മൾ ശാഠ്യം പിടിക്കുന്നത് എന്തിനാണ്? നമ്മൾ പറയുന്നത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയത് തെറ്റാണെന്നും അത് യഥാർത്ഥത്തിൽ അങ്ങനെ വിമർശിക്കാനുള്ളൊരു സ്വാതന്ത്ര്യം വേണം എന്നും പറയുന്നത് ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. അത് പറയുന്നതിന് പകരം അപ്പുറത്തെ ഞാൻ പറഞ്ഞ ജൈനനോ ബുദ്ധനോ മുസ്ലിമോ ക്രിസ്ത്യനോ പാഴ്സിയോ സിഖോ ഹിന്ദു ഏതോ ആയിക്കോട്ടെ, ഏതെങ്കിലും ഒരു മതത്തിൽ 1% വരുന്ന കലാപകാരികൾ അല്ലെങ്കിൽ ഈ അത്തരത്തിലുള്ള പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ അവരെ ആ മതത്തിലുണ്ട്. അതുകൊണ്ട് നമ്മുടെ മതത്തിലും അത്തരത്തിൽ രോഗികൾ വേണമെന്ന് ഇച്ഛിക്കുന്നതിൽ എന്താ അർത്ഥമുള്ളത്? അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന രണ്ട് സൈഡിൽ നിന്നും ഇത്തരത്തിലുള്ള ഒരു വിഭജനം സൃഷ്ടിച്ചുകൊണ്ട് വോട്ട് കരസ്ഥമാക്കുകയും അധികാരം പിടിക്കാൻ ചെയ്യുന്നതിൻ്റെയും അവരവർ വളരാൻ ശ്രമിക്കുന്നതിൻ്റെയും ഒരു സിംറ്റം മാത്രമാണ്. ഇനി അടുത്തത് ഇതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താ ഉണ്ടായത്?
യഥാർത്ഥത്തിൽ ഗൗതം അറിയേണ്ടത് 2010 ജോസഫ് ഫാഷ കൈവെട്ടിയത്. ഈ ജോസഫ് ഫാഷയുടെ കൈവെട്ടി കാലും വെട്ടി കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിച്ചു കേരളത്തിൽ എന്നുള്ള കൂടി ആലോചിക്കണം. പിന്നെ ആരും എന്താണ് ഈ പറയുന്ന മതപരമായിട്ടുള്ള വിമർശനങ്ങൾ ഇസ്ലാമിനെതിരെ മുസ്ലിമിനെതിരെ ഒന്നും നടത്തിയില്ലേ? യഥാർത്ഥത്തിൽ ഇപ്പൊ സോഷ്യൽ മീഡിയ നോക്കി ഞെട്ടിപ്പോവും. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് ഇതൊക്കെ എങ്ങനെ പറയുന്നു എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ പല സ്ത്രീകളൊക്കെ തന്നെ ഇരുന്നിട്ട് വളരെ മോശപ്പെട്ട രീതിയിൽ ശരിക്കും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ജോസഫ് ഫാഷ എന്ത് ചെയ്ത് ഒരു പേര് കൊടുക്കുക മാത്രമാണ് ചെയ്തത്. ആ പെട്ടി കുഞ്ഞുമുഹമ്മദിന്റെ ഒരു കഥക്ക് ഒരു പേര് കൊടുത്തപ്പോൾ ആ പേരായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ പേരായി പോയതിന് മുമ്പ് യഥാർത്ഥത്തിൽ അങ്ങനെ പേര് കൊടുക്കാനും അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുന്ന കാര്യങ്ങളും ആളുകൾ കുറെ കൂടി ശ്രദ്ധിച്ചാണ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പൊ അതിന് പകരം വളരെ മോശപ്പെട്ട രീതിയിൽ പറയുന്ന എത്രയോ വീഡിയോകൾ നമുക്ക് കാണാം. മനസ്സിലായോ? അതിനുശേഷമൊക്കെ തന്നെയാണ് നുപൂർ ശർമ്മയ്ക്കടക്കം പല കാര്യങ്ങളും പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിൽ വലിയ തോതിൽ നിങ്ങൾ വിമർശിക്കപ്പെടും. നിങ്ങൾ എപ്പോഴൊക്കെ ടൈറ്റൻ ചെയ്യപ്പെടുന്നോ, നിങ്ങൾ എപ്പോഴൊക്കെ വളരെ പിടിച്ചു കെട്ടി ആളുകളെ എന്ത് ചെയ്യുന്നു, നിർബന്ധിക്കുന്നോ, അപ്പോഴൊക്കെ അത് തകരാൻ തുടങ്ങും എന്നുള്ളതാണ് വാസ്തവം. പലപ്പോഴും നമുക്ക് നേരെ തിരിച്ചാണ് തോന്നുക. പ്രകടമായിട്ട് ദൈവം അവരൊന്നിക്കുന്നു അപ്പൊ നമ്മൾ ഒന്നിക്കും എന്നൊക്കെ എല്ലാ ലെവലിലുള്ള മണ്ടത്തരങ്ങളൊക്കെയാണ് തോന്നുക. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്ത് നിന്ന് തന്നെ വിമർശിക്കുന്നവർ വളരെ ഉറക്കെ വിമർശിക്കാൻ തുടങ്ങുകയും ചെയ്യും. കുറച്ച് കാലം മാത്രമേ ആളുകളെ ഭയപ്പെടുത്തിക്കൊണ്ടും അഥവാ നിയമങ്ങളുടെ പേടി കൊണ്ടും ഒക്കെ ആളുകൾ മിണ്ടാതിരിക്കൊള്ളുക. അതിനപ്പുറത്തേക്കുള്ള വിമർശനങ്ങൾ വരും. ഇവിടെ എന്താണ് ആയത്തുല്ല അലി ഖമേനിയെ അമേരിക്ക തട്ടിക്കളഞ്ഞപ്പോൾ ഇവിടെ ഇരുന്ന് ആരിഫ് ഹുസൈൻ തിരുവോത്തിനെ പോലുള്ള ആളുകളൊക്കെ അനുകൂലിച്ച് സംസാരിച്ചു. അദ്ദേഹത്തിന് വധശ്രമം പോലുള്ള ഭീഷണികൾ ഇമെയിലിൽ വരുന്നു. അപ്പോൾ അത്തരത്തിൽ കുറേയധികം എക്സ് മുസ്ലിമുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എവിടെയാണെന്നറിയാം. ഈ ആരിഫ് ഹുസൈൻ തെരുവോത്തൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഒരേ സമയം അദ്ദേഹമൊക്കെ ഒരു ആയുധമാണ്, ഇരയുമാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറേ പേരിരുന്ന് അനുകൂലിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഈ പറയുന്ന ആയത്തുള്ള അലി ഖമേനി കൊല്ലപ്പെടുമ്പോൾ കരയുന്നു എന്നുള്ളതാണ് ആരിഫ് ഹുസൈനെയൊക്കെ വളരെ ഉത്തേജിതനായിട്ട് ആക്കുന്നൊരു കാര്യം. എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, അദ്ദേഹം വധിക്കപ്പെടേണ്ട ഒരാൾ തന്നെയാണ്, അദ്ദേഹത്തിന് വേണ്ടി കരയേണ്ടതില്ല എന്ന് പറഞ്ഞ് ആരിഫ് ഹുസൈൻ തെരുവത്തൊക്കെ നിരവധി വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ സുനിത ദേവദാസ് ഒക്കെ ചെയ്ത വീഡിയോക്കെതിരെ പോലും അദ്ദേഹം വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഇപ്പൊ അത് വിറ്റുപോകുന്ന ഒരു കാര്യമാണ് എന്നുള്ളതോടൊന്ന്. രണ്ടാമത്തെ കാര്യം, പറയുന്നതൊക്കെ ശരിയാണെങ്കിലും ആ പറയുന്ന ശരികളുടെ ഒരു കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ ഗൗതം പറഞ്ഞൊരു വാചകമാണ് ഇതിനെ അണ്ടർലൈൻ ചെയ്യുന്നൊരു കാര്യം. അത് അവരൊക്കെ അങ്ങനെയാണ്, അപ്പൊ നമ്മളും അങ്ങനെ ആകണമെന്ന് BJPക്ക് പറയാനുള്ള ഒരു സാഹചര്യവും സംവിധാനവും ഒരുക്കി കൊടുക്കുകയാണ്. അപ്പൊ മനസ്സിലായോ? അല്ലാതെ ഇപ്പൊ ഇപ്പൊ ഈ ലോകത്ത് പലപ്പോഴും ഇപ്പൊ എങ്ങനെയാണ് സദ്ദാം ഹുസൈൻ എന്ന് പറയുന്ന ഒരു പോരാളിയാകുന്നതെന്ന് വെച്ചാൽ സദ്ദാം ഹുസൈൻ ഒരുപാട് പേരുടെ ക്രൂരതകൾ ചെയ്ത, ഒരുപാട് പേരോട് മോശമായിട്ട് യുദ്ധം ചെയ്തിട്ടുള്ള ഒരാളാണ്. പക്ഷെ അവസാന കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു സാമ്രാജ്യത്വ വിരുദ്ധ പോരാളിയായി എങ്ങനെയാണ് ആക്കപ്പെട്ടത് എന്നുള്ളതും അതിന്റെ ഭാഗമായിട്ട് കേരളത്തിൽ പോലും ഇടതുപക്ഷത്തിന് ചില ഇലക്ഷനുകൾ ജയിക്കാൻ പറ്റിയത് എങ്ങനെയാണെന്നൊക്കെയുള്ളത് നമ്മൾ പഠിക്കേണ്ടതാണ്. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അത് അങ്ങനെ തന്നെയാണ്. നമ്മളിപ്പോ നാളെ ഒരു മറ്റേ സമാധാനത്തിനുള്ള നോബൽ പ്രൈസ് കൊടുക്കുന്ന ഒരു തവണ ഇസാഖ് റബീനും യാസർ അറാഫത്തിനും അതുപോലെയുള്ള ആളുകൾക്കുമാണ്. അതൊരു എഗ്രിമെന്റ് ഒപ്പിട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്. അവരൊക്കെ വളരെ വൃത്തികെട്ട, വളരെ മോശപ്പെട്ട രീതിയിൽ ആളുകളെ കൊന്നൊടുക്കിയിട്ടുള്ള ആളുകളാണ്. പക്ഷെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഇവിടെയുള്ള രാജനോ അല്ലെങ്കിൽ സുബൈറിനോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മാത്യൂസ് ചേട്ടനോ രാവിലെ മുതൽ പണിക്ക് പോയി വൈകുന്നേരം വീട്ടിലെത്തി ആരും ഉപദ്രവിക്കാതിരിക്കുന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് നമ്മൾ നൊബേൽ സമ്മാനം കൊടുക്കുന്ന സമാധാനത്തിനുള്ള എന്ന് പറഞ്ഞാൽ അതെന്ത് ചെയ്യില്ല, നടക്കില്ല. ഗാന്ധിജിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് പലപ്പോഴും അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട്. പക്ഷെ അത് പറയുമ്പോൾ, അത് ഒച്ചത്തിൽ പറയുമ്പോൾ അത് ഏറ്റെടുക്കുന്നത് ആരാണ് എന്നുള്ളത് കൂടി വളരെ പ്രധാനപ്പെട്ടതാണ്. ഏറ്റെടുക്കുന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവർ കാണിക്കുന്നത് തെറ്റാണ്, ഇത്തരത്തിൽ ഉള്ള ഒരാളെ നമ്മൾ പിന്തുണക്കാൻ പാടില്ല എന്ന് പറയുന്ന മനുഷ്യത്വമല്ല അതിന്റെ പുറകിലുള്ളത്. അവിടെയാണ് ഡേഞ്ചർ. അല്ല, പറഞ്ഞിരുന്നില്ല, മനുഷ്യത്വമല്ല അതിന്റെ പുറകിലുള്ളത്. അതിന്റെ പുറകിലുള്ളത് അവർ ഇത്തരത്തിൽ എന്ത് ചെയ്യാണ്, അതായത് അവർ എന്ന് പറയുകയാണ് ആര്, മറ്റൊരു മതത്തിലുള്ള ആളുകൾ. അവരുടെ മതമായതുകൊണ്ട് മാത്രം മറ്റുള്ള ആളുകൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമ്മളും ആകണം എന്ന് പറയുന്ന ആളുകളാണ് ഇതിന്റെ പുറകെ വെച്ചെടുക്കുന്നത്. നേരെ തിരിച്ച് അവിടെ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റിൽ എന്താണ്, നിങ്ങൾ ഇപ്പൊ നിങ്ങളുടെ മതത്തിൽപ്പെട്ട ഒരാളാണ് എന്നുള്ളത് കൊണ്ടും അയാൾ വേറൊരു രാജ്യത്ത് ഭരണാധികാരിയാണെന്നുള്ളതുകൊണ്ടും അയാൾ ചെയ്ത വൃത്തികേടുകളെ നിങ്ങൾ കവറപ്പ് ചെയ്യാനും നിങ്ങൾ അയാളെ നന്നാക്കാനും ന്യായീകരിക്കാനും ഒന്നും നിൽക്കരുത് എന്ന് പറയുന്നത് ബേസ് എവിടെ ആയിരിക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് അയാൾ ചെയ്തിട്ടുള്ള മോശപ്പെട്ട പ്രവർത്തികളാണ്. പക്ഷെ ഇവിടെ അതൊരു വിഷയമുണ്ട്. അങ്ങനെ മനുഷ്യൻ എന്നുള്ള നിലക്ക് മോശപ്പെട്ട പ്രവർത്തികളാകുമ്പോഴും അയാളെ ന്യായീകരിക്കുന്നത് എന്താണ്,
സ്വന്തം മതമായതുകൊണ്ടാണ്. അങ്ങനെ മതമായതുകൊണ്ട് ന്യായീകരിക്കുന്ന ഒരു 5-10% ആളുകളെ ഒരു സമുദായത്തിലും സമൂഹത്തിലും ഒക്കെ ഉണ്ടാവുള്ളൂ. പക്ഷേ അതിനെതിരെ നമ്മൾ ഡിസ്പ്രപ്പോർഷനേറ്റ് ആയിട്ടുള്ള ഒരു വിമർശനം ഉന്നയിക്കുമ്പോൾ തൊട്ടിപ്പുറത്തെ സൈഡിലും അത്തരത്തിലുള്ളൊരു പോളറൈസേഷൻ ഉണ്ടാകാനും അവിടെ 10% എന്നുള്ളത് 11% ആകാനും ഉപകരിക്കുന്ന ഒരു പണിയാണ് യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് എതിർക്കാൻ പോലും പറ്റാത്തതിന്റെ കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ആരിഫ് ഹുസൈനെ വിളിച്ച് ആരിഫ് ഹുസൈൻ നാളെ രാവിലെ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ എന്ത് ചെയ്യും, വെല്ലുവിളിക്കും, ഒരു സംവാദത്തിന് വെല്ലുവിളിക്കാന്ന് പറയും. എന്നിട്ട് ആരിഫ് ഹുസൈൻ ചോദിക്കും ഈ പറയുന്നതൊക്കെ ശരിയല്ല എന്ന് വെച്ചാൽ പറയുന്നതൊക്കെ ശരിയാണ്, പറയുന്നത് ശരിയാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്, ഈ പറയുന്നത് ശരിയാകുന്നതിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. മനസ്സിലായ? ഇപ്പൊ ആറ്റം ബോംബ് കണ്ടുപിടിച്ചത് ആറ്റം ബോംബ് കണ്ടുപിടിക്കാൻ പാടില്ലെന്നൊന്നുമില്ല. പക്ഷെ ആ മനുഷ്യൻ അതിപ്പോ ഏത് സൈഡ് പറഞ്ഞാലും അതിന് അല്ല, ആ സൈഡ് ഉപയോഗപ്പെടുത്താൻ ആളുള്ളത് കൊണ്ടാണ് ഇത് വലിയ തോതിൽ ഘോഷിക്കപ്പെടുന്നത്, ചർച്ചയാക്കപ്പെടുന്നത്. സാറെ, പിണറായി വിജയനെ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ കൃത്യമായിട്ട് ഒരു ഭാഗം ഉണ്ടാവും. അതേപോലെ VD സതീശനെ ചീത്ത വിളിക്കുമ്പോൾ അതിനെ ഉപയോഗപ്പെടുത്താൻ ആളുണ്ടാവും. നരേന്ദ്രമോദിയെ ചീത്ത വിളിക്കുമ്പോഴും അതിനെ ഉപയോഗപ്പെടുത്താൻ ആളുണ്ടാവും. അപ്പൊ ഇത് സ്വാഭാവികമായിട്ട് രൂപപ്പെടുന്നില്ല. ഇപ്പൊ ഗൗതം പറഞ്ഞ താരതമ്യത്തിന് തന്നെ കുഴപ്പമുണ്ട്. ആ താരതമ്യം എന്ന് പറയുന്നത്, ഇപ്പൊ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിനെ നമ്മൾ ചീത്ത വിളിക്കുമ്പോൾ മറ്റേതെങ്കിലും ആളുകൾ ഉപയോഗപ്പെടുത്തുന്നത് പോലെയല്ല. നമ്മളൊരു ഇപ്പൊ മുസ്ലിം എന്ന് പറയുന്ന, ഇസ്ലാം എന്ന് പറയുന്ന, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്ന ആളുകളെ നമ്മൾ കൃത്യമായി വിമർശിക്കുമ്പോൾ അത് എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് കൂടി നമ്മൾ പരിഗണിക്കണം. ഉദാഹരണത്തിന് രമേശ് പിഷാരടി ഒരിക്കൽ പറഞ്ഞു, എനിക്ക് പിഷാരടി തോന്നി ബഹുമാനം തോന്നിയ ഒരു കാര്യത, നിങ്ങൾ കയ്യിൽ രാഗി ചരട് കെട്ടിയിട്ടുള്ള ചന്ദനക്കുറിയിട്ട ഒരാളെ നിങ്ങൾ ഇതൊക്കെ കെട്ടി എന്നുള്ളതിന്റെ പേരിൽ മാത്രം ഒരു ഹിന്ദു തീവ്ര നിലപാടുകാരനായി വ്യാഖ്യാനിച്ചാലുള്ള കുഴപ്പം നമ്മൾ അവനെ കൂടി അപ്പുറത്തെ സൈഡിലേക്ക് വിട്ടുകൊടുക്കുന്നതിന് തുല്യമാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യരുത്, അവനെ തീവ്ര നിലപാടുകാരനായി നമ്മൾ ഈ പറയുന്ന രാഗി കെട്ടി അതുപോലെ ചന്ദനം തൊട്ടു ഇതൊക്കെ പ്രകടിപ്പിച്ച് കിടക്കാൻ മോശമല്ലേ എന്നുള്ള നിലക്ക് നമ്മൾ കടുത്ത വിമർശനം ഒറ്റടിക്ക് ഉന്നയിക്കരുത്. പകരം അവനെ കൂടി ഇപ്പുറത്തെ സൈഡിലേക്ക് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതിന്റെ ചിന്തയിലൂടെ ആയിരിക്കണം കോൺഗ്രസും CPM അടക്കമുള്ള പാർട്ടികൾ വിമർശിക്കേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് രവിചന്ദ്രനും ആരിഫ് ഹുസൈൻ തെരുവോത്തും ഒക്കെ പോലും എങ്ങനെയാണ് ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പോലും അവർ ഉപയോഗിക്കപ്പെട്ടത്. എന്തുകൊണ്ടാണ് ആരിഫ് ഹുസൈൻ തെരുവത്തിന് 5 കൊല്ലമായിട്ട് ജനം TV വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, ജനം TVയുടെ ഉള്ളിലും ഒരു അജണ്ട ഉണ്ട്. ആ അജണ്ടയെ മറികടക്കുന്ന ഒരു പ്രചരണത്തിലേക്ക് ആരിഫ് ഹുസൈൻ മീഡിയ വണ്ണിൽ വിളിക്കാത്തതിന്റെ കാര്യം അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ജനം TVയിൽ വിളിക്കുന്നതിനും അവരുടെ രാഷ്ട്രീയ അജണ്ടയാണ്. ആ രാഷ്ട്രീയ അജണ്ടകൾ രണ്ടും അപകടകരമാണ്. അതാണ് അതിന്റെ പ്രശ്നം. ജനം TVയിൽ വിളിക്കുന്നു, അവർ വളരെ വിശാലമായിട്ടുള്ള അർത്ഥത്തിൽ അവർക്കെതിരെയുള്ള ഒരു വിമർശനം ഉൾക്കൊള്ളാൻ വേണ്ടിയല്ല വിളിക്കുന്നത്. വളരെ സെലക്റ്റീവ് ആയിട്ടുള്ള വിഷയങ്ങളിൽ മുസ്ലിം സമുദായത്തിനെതിരെയോ അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിനകത്തുള്ള എക്സ്ട്രീമിസ്റ്റുകൾക്കെതിരെയോ കൃത്യമായ നിലപാടുകൾ എടുക്കാൻ കടുത്ത ഭാഷകൾ ഉപയോഗിക്കുന്ന, തീവ്രമായി വിമർശിക്കുന്ന ഒരാളെ വേണം എന്നുള്ളത് കൊണ്ട് അവർ വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒരു വിഷയം എന്താ പറയാ, ഒരു ആരിഫ് ഹുസൈൻ അല്ലെങ്കിൽ ഒരു രവിചന്ദ്രൻ മാത്രമേ ഇത്തരം തീവ്ര നിലപാടുകൾക്കെതിരെ ശബ്ദിക്കാൻ നമ്മുടെ നാട്ടിൽ നിന്ന് ഉണ്ടാകുന്നുള്ളൂ എന്നുള്ളതാണ്. ഇടതുപക്ഷത്ത് നിന്നോ അല്ലെങ്കിൽ മറ്റൊരു പൊളിറ്റിക്കൽ സ്പേസിൽ നിന്നോ അത്തരം ആളുകൾ രൂപപ്പെടാത്തത് എന്തുകൊണ്ടാണ്? പൊളിറ്റിക്കൽ സ്പേസിൽ നിന്ന് ആളുകൾ രൂപപ്പെടാത്തൊന്നുമല്ല, അവരുടെ വിമർശനം കുറെ കൂടി ഈ പറയുന്ന ആളുകളുടെ മനസ്സിനെ മുറിവേൽപ്പിക്കാത്ത തരത്തിലുള്ളതാണ്. അങ്ങനെ മുറിവേൽപ്പിക്കാത്ത തരത്തിലുള്ള വിമർശനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആളുകൾക്ക് താല്പര്യമില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ഒരുപാട് പേരുണ്ട്, നിരവധി ആളുകളുണ്ട്, മനസ്സിലായ? പക്ഷെ അത്തരം ആളുകൾ നമ്മൾ പലപ്പോഴും അവര് ഒരു കാര്യം ഇപ്പൊ വിമർശനം ഉന്നയിക്കുമ്പോൾ തന്നെ ഇപ്പൊ നിങ്ങൾ മറ്റേ ഞാനിപ്പോ ആ വാക്കൊന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾ മറ്റേ ഇതല്ലേ എന്ന് ചോദിക്കുന്ന ഒരൊറ്റ വേർഡിലൂടെ പറയുന്ന കാര്യം നമ്മൾ കുറച്ചുകൂടി ആശയപരമായി വിമർശിച്ചിട്ടുണ്ടെങ്കിൽ അത് കേരളീയ സമൂഹത്തിലോ അല്ലെങ്കിൽ ഇപ്പൊ യൂട്യൂബിലോ അതുപോലെയുള്ള ചാനൽ ചർച്ചകളിലോ ഒന്നും വലിയ പ്രസക്തി ഉണ്ടാവില്ല. കാരണം വെച്ചാൽ അതൊരു ഒരു വളരെ തത്വചിന്താപരമായിട്ടുള്ള ഒരു വിമർശനമാണ്. അതിന് പകരം നമ്മൾ കുറച്ചുകൂടി ആക്ഷേപിച്ചുകൊണ്ടും കുറച്ചുകൂടി പരിഹസിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾക്ക് എന്ത് കിട്ടും? പെട്ടെന്നൊരു റീച്ച് കിട്ടും. അതാണ് ആരിഫ് ഹുസൈനും പോലെ ജയശങ്കർ വരെയുള്ള ആളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിവിടെയൊക്കെ ചെയ്യാറുള്ള ഒരു കാര്യമാണ്. പക്ഷേ ഇതിന്റെ പേരിൽ നിങ്ങൾ അറിയേണ്ടത്, ഒരു മതത്തെ നമ്മൾ അങ്ങനെ വിമർശിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് ചോദിച്ചാൽ, സാധാരണ ഒരു മതവിശ്വാസി അവൻ പോലും ഈ ആരിഫ് ഹുസൈൻ തിരുവോത്തിനെതിരാവുകയും നേരെ തീവ്രമായിട്ടുള്ള അപ്പുറത്തെ ഭാഗത്തേക്ക് പോവുകയും ചെയ്യും. അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വിമർശിക്കാതിരിക്കുകയല്ലെന്നേ, വിമർശിക്കുന്നവർ കുറെ കൂടി കോഷ്യസ് ആയും കുറെ കൂടി കൃത്യമായിട്ടുള്ള സ്റ്റെപ്പിലൂടെയും വിമർശിക്കണം. ഇപ്പൊ ഞാൻ പറഞ്ഞുതരാം, ജോസഫ് മാഷ കൈവെട്ടിയപ്പോൾ ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ജോസഫ് മാഷ കൈവെട്ടിയപ്പോൾ വിമർശിക്കേണ്ടത് വളരെ കൃത്യമായി പറഞ്ഞാൽ, അതാണ് പറഞ്ഞത്, അത് സൂക്ഷ്മമായി വിമർശിക്കേണ്ട ഒരു കാര്യമാണ്. ആരെയാണ് വിമർശിക്കേണ്ടത്?
നേരത്തെ ഉണ്ടായിരുന്ന SDPI സാറേ, പോപ്പുലർ ഫ്രണ്ട് പോലുള്ള സംഘടനകളെ വിമർശിക്കണം. സാർ, അതിന് പകരം ആ വിമർശനത്തിന്റെ ഒരു പരിധി കടന്ന് ഇത് എൻ്റയർ മുസ്ലിം സമുദായം എങ്ങനെയാണ് എന്ന് പറയുന്ന ഒരു വിമർശനത്തിലേക്ക് ആരിഫ് തോന്നലുണ്ടാകും. ഹുസൈനൊക്കെ കിട്ടുന്ന ഒരു സ്കോർ അല്ലെങ്കിൽ അതിന്റെ ഒരു ക്രെഡിബിലിറ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഞാനോ താങ്കളോ ഇസ്ലാം മതത്തെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതത്തെ വിമർശിക്കുന്നവരല്ല. അദ്ദേഹം അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ഒരാളാണ്, ഇതടക്കം പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഈ ഗ്രന്ഥത്തിന്റെ പല വരികളടക്കം സൂചിപ്പിച്ചുകൊണ്ട് അതിലുള്ള ഇററുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹത്തിന് പറയാൻ പറ്റും. എനിക്കോ താങ്കൾക്കോ അത് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗെയിനാണ് യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈൻ കിട്ടുന്നത്. അത് മാത്രമല്ല, അതല്ല അതിന്റെ ഗെയിം എന്ന് പറയും. ആരിഫ് ഹുസൈൻ തെരുവോത്തിന്റെ പേര് ആരിഫ് ഹുസൈൻ എന്നുള്ളതാണ് അവരുടെ ഏറ്റവും ആദ്യത്തെ ഗെയിം. മറ്റേ ഗൗതം പറഞ്ഞൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. നാളെ ഇപ്പൊ മീഡിയ വണ്ണിൽ ഒരു പ്രമോദ് രാമൻ എന്ന് പറയുന്ന പേരിന് ഒരു വലിയ പ്രസക്തി ഉണ്ട്. അവിടെ സ്മൃതി പരുത്തിക്കാട് എന്ന് പറയുന്ന പേരിന് പ്രസക്തി ഉണ്ട്. കാരണം അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ അജണ്ടകൾ ഒരു ഹിന്ദു പേരുകാരൻ പറയുന്നു എന്ന് പറയുമ്പോൾ തന്നെ അതിൽ കുറച്ചുകൂടി ചിന്തിക്കാനുള്ളതോ അല്ലെങ്കിൽ ആലോചിക്കാനുള്ളതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പറയുന്ന ഒരു കാര്യത്തോടു കൂടിയാണ് നമ്മുടെ സമൂഹം തന്നെ അതിനെ നോക്കിക്കാണുന്നത്. സമൂഹം വിശാലാർത്ഥത്തിലൊക്കെയുള്ള നോട്ടം നിർത്തിയിട്ട് കുറേ നാളായി. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ഒരാൾ ഒരു ഹിന്ദു ഭഗവത്ഗീതയെക്കുറിച്ചോ ഋഗ്വേദത്തെക്കുറിച്ചോ യജുർവേദത്തെക്കുറിച്ചോ സാമവേദത്തെക്കുറിച്ചോ മറ്റേ രാമായണത്തെക്കുറിച്ചോ ഒക്കെ വിമർശിക്കുമ്പോൾ പലപ്പോഴും അത് ഈ പറയുന്ന പോലെ അവന്റെ മതത്തെ വിമർശിക്കാതെ നമ്മുടെ മതത്തെ വിമർശിക്കുകയാണെന്ന് പറയുന്ന ഒറ്റ പ്ലേറ്റ് എടുത്ത് ഫ്രണ്ടിലേക്ക് വെക്കാൻ പറ്റും. അതേസമയം നാളെ പ്രമോദ് രാമൻ അത് പറയുമ്പോൾ അങ്ങനെ പെട്ടെന്ന് വെക്കാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അങ്ങനെയുള്ള ആളുകളുടെ പേരിന്റെ പ്രസക്തി ഉള്ളത്. ഇനി എൻ്റെ ഏറ്റവും വലിയ രണ്ടാമത്തെ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നമ്മൾ വിമർശിക്കുമ്പോൾ നമ്മൾ ഈ യഥാർത്ഥത്തിൽ ആരുടെ ചട്ടുകമായിട്ട് ഉപയോഗപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അങ്ങനെ ചട്ടുകമായിട്ട് ഉപയോഗപ്പെടും. അത് അവരെയും കൂടി പറഞ്ഞിട്ടേ അല്ല, അവരും ഇരയാണ്. ഒരേ സമയം ഈ പറയുന്ന പോലെ എന്താണ്, അവര് കാലാളുകൾ മാത്രമാണ്. ഇപ്പൊ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് ഈ കേരളത്തിലുള്ള ഇത്തരത്തിലുള്ള വിഭജനങ്ങളെ യഥാർത്ഥത്തിൽ മുനമ്പ സമരത്തിന്റെ കാര്യത്തിൽ ആരെ വിളിക്കുന്നു? ആരിഫ് ഹുസൈൻ തെരുവോത്തിനെ വിളിക്കുന്നു. അതേസമയം എന്ത് ചെയ്യുന്നു, ആരിഫ് ഹുസൈൻ തെരുവോത്ത് വന്നിട്ട് പറയുന്നു, അതായത് മുനമ്പം ഈ പറയുന്ന പോലെ വഖഫ് ഭൂമിയുടെ തർക്കവും അതുപോലെ വഖഫ് നിയമങ്ങളും ഒക്കെ അങ്ങേറ്റ അസംബന്ധമാണെന്ന് പറയുന്നു. ഇത് അസംബന്ധമാണ്, ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അത് എന്ത് ചെയ്യുന്നു, വളരെ കൃത്യമായി ഒരു സമുദായത്തിനെതിരെയുള്ള കുന്തമുനയാക്കി ഉപയോഗിക്കാൻ പറയുന്നത് നമ്മൾ രണ്ട് കാലിലും തോണി ചവിട്ടി നിർത്തണമെന്നല്ല സുഹൃത്തുക്കളുടെ കാര്യം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, അത് നാളെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണെന്ന് എനിക്കറിയാം. ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, BJPയും സംഘപരിവാറും എനിക്കൊരു സ്പേസ് തരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ കുറെ കൂടി വിജിലൻ്റായി അതിന് യൂസ് ചെയ്യണം എന്നുള്ളത് മാത്രമാണ്. സ്വാഭാവികമായിട്ടും ആരിഫ് ഹുസൈൻ തെരുവത്തിനൊക്കെയുള്ള വലിയ പ്രശ്നവും കൂടിയുണ്ട്. കാരണം ആരിഫ് ഹുസൈൻ തെരുവത്തിനും രവിചന്ദ്രനും ഒക്കെയുള്ള പ്രശ്നം എന്ന് പറയുന്നത് സംഘപരിവാർ അവർക്ക് സ്പേസ് കൊടുക്കുന്നുള്ളൂ, കോൺഗ്രസോ അല്ലെങ്കിൽ CPM ഒന്നും അവർക്ക് സ്പേസ് എന്തുകൊണ്ട് കൊടുക്കുന്നില്ല. കൊടുക്കാത്തതിന്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ഇവരുടെ വാക്കുകൾ കൂടുതലായിട്ടും ഒരു ന്യൂനപക്ഷ സമുദായത്തെ എതിരാക്കും എന്നുള്ള തോന്നലുള്ളതുകൊണ്ടാണ്. അതേസമയം സംഘപരിവാർ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്നുള്ളത് കൂടി ഇവർ മനസ്സിലാക്കണം. കാരണം എന്താ, ന്യൂനപക്ഷ സമുദായത്തെ എതിരാക്കാൻ ഇവരുടെ വാക്കുകൾ ഉപകരിക്കും എന്നുള്ളതുകൊണ്ടാണ്. മനസ്സിലായി? അല്ലാതെ ഒരു മിനിറ്റ് സത്യത്തിൽ അല്ലാതെ ജമാഅത്തെ ഇസ്ലാമിയെയോ SDPയെയോ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകളെയോ ഇവർ ആക്രമിച്ച് ഇല്ലാതാക്കുമെന്നായിരുന്നുവെങ്കിൽ നമുക്ക് 100% ഒരു പ്രശ്നമില്ല. ഓക്കെ നമുക്ക് ആ കാര്യം മനസ്സിലായി. നമ്മൾ ഇത് രണ്ടും ഇവരെ ആര് യൂസ് ചെയ്യുന്നു ആര് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതൊന്ന് മാറ്റി നിർത്തിയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങളിൽ ശരി കിട്ടോ, പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ ശരിയുണ്ട്, അതിലൊന്നും സംശയമില്ല. ഇപ്പൊ രവിചന്ദ്രൻ പറയുന്ന കാര്യങ്ങളിൽ ശരിയുണ്ട്. പക്ഷേ ഗൗതം ശ്രദ്ധിച്ച് സൂക്ഷ്മമായിട്ട് നോക്കണം. രവിചന്ദ്രൻ പറയുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് വലിയ തോതിൽ ആഘോഷിക്കപ്പെടാത്തത്? ആരിഫ് ഹുസൈൻ തെരുവോത്ത് ആഘോഷിക്കപ്പെടുന്നത് പോലെ യഥാർത്ഥത്തിൽ ആരിഫ് ഹുസൈൻ തെരുവോത്തിനേക്കാൾ ഗംഭീരമായി ആ കാര്യങ്ങൾ വളരെ നിശിതമായി ഈവൻ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഏതാണ്ട് 9 MA ഒക്കെ എടുത്ത് വളരെ കൃത്യമായി പഠിച്ചുകൊണ്ട് പറയുന്ന ഒരാൾ കൂടിയാണ് രവിചന്ദ്രൻ എന്ന് പറയുന്നത്. പക്ഷെ പലപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കേണ്ട, രവിചന്ദ്രൻ ഒരു TV ചാനലുകളിൽ ഡിബേറ്റുകൾ കാണുന്നില്ലെന്ന് മാത്രമല്ല രവിചന്ദ്രൻ പലപ്പോഴും ആഘോഷിക്കപ്പെടുന്നില്ല. അതിന്റെ കാര്യം എന്താ ഒന്ന് പറഞ്ഞേ? എന്താ കാര്യം? വളരെ യുക്തിപരമായിട്ടല്ല, ഒന്ന് യുക്തിപരമായിട്ട് സംസാരിക്കുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അത് രവിചന്ദ്രനെ പലപ്പോഴും വളരെ ചെറിയ പോർഷൻസിൽ മാത്രമേ മുസ്ലിം സമുദായത്തിനെതിരെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ട് ഉപയോഗപ്പെടുത്താൻ പറ്റൂ. പകരം ഹിന്ദു ദൈവങ്ങളുടെ കാര്യത്തിലും ഹിന്ദു മതഗ്രന്ഥങ്ങളുടെ കാര്യത്തിലും ഒക്കെ തന്നെ അതേ വിമർശനം രവിചന്ദ്രനുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ രവിചന്ദ്രൻ അതുണ്ട് എന്ന് അറിയാവുന്നതുകൊണ്ട് രവിചന്ദ്രനെ പ്രൊജക്ട് ചെയ്യേണ്ട, പകരം നമുക്ക് ഗുണം ആരെ പ്രൊജക്ട് ചെയ്യുന്നതാണ്. അത് ഇവിടുത്തെ സംഘപരിവാർ ഈ പറഞ്ഞ പോലെ BJP പൊളിറ്റിക്കൽ അജണ്ടയുടെ ഭാഗമായി കൂടിയാണ് പ്രൊജക്ട് ചെയ്യപ്പെടുന്നത്. അത്രയുള്ള കാര്യം. ചില ആളുകള് സംഘയുക്തിവാദി എന്നൊക്കെ പറയാറുണ്ട്. അല്ല ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ഹിന്ദു മതത്തെയൊക്കെ വിമർശിക്കുന്നു. അല്ല ഇതിൽ വലിയ പ്രശ്നമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പൊ ഞാനടക്കം നാളെ എപ്പോഴും നിലപാട് മാറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എന്ന് വെച്ചാൽ ഇതിന്റെ പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ ഇത് വളരെ കൃത്യമായി നമ്മൾ ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ഒരു സ്പേസും കിട്ടില്ല.
ഒരു ചാനലിൽ നമുക്ക് സ്പേസ് കിട്ടില്ല, ഒരു മാധ്യമത്തിൽ നമുക്ക് സ്പേസ് കിട്ടില്ല, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് നമ്മൾ ചേർന്ന് നിൽക്കാതെ ഒരു സ്റ്റേജും നമുക്ക് കിട്ടില്ല. ഇപ്പൊ സത്യത്തിൽ ഇപ്പൊ ഈ ആരിഫ് ഹുസൈൻ തെരുവത്തൊക്കെ നിരന്തരമായി വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് സണ്ണി എം കവിക്കാടൊക്കെ. ശരിയാണ്, സണ്ണി എം കവിക്കാട് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചെയ്യുന്നത് ശരിയാണെന്നുള്ള അഭിപ്രായമല്ല എനിക്ക്. പക്ഷെ പ്രധാനപ്പെട്ട വിഷയം എന്താ വെച്ചാൽ സണ്ണി എം കവിക്കാട് ചെയ്യുന്നത് നേരെ ഈ പറയുന്ന പോലെ പ്രോ ലെഫ്റ്റ് അല്ലെങ്കിൽ പ്രോ ഈ പറയുന്ന പോലെ മുസ്ലിം നിലപാടെടുക്കുന്ന ഒരാളാണ്. ജമാഅത്ത് ഇസ്ലാമിയും SDP അതുപോലെയുള്ള ആളുകളെയൊന്നും അദ്ദേഹം കടുത്ത രീതിയിൽ വിമർശിക്കാറില്ല. ആ വിമർശിക്കാറില്ലാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഗൾഫിലും മറ്റു പല രാജ്യങ്ങളിലും സ്റ്റേജുകൾ ഓക്കെ, നമുക്ക് അതാണ് യാഥാർത്ഥ്യം. ഈ ഇപ്പം ആരിഫ് ഹുസൈനെ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ രവിചന്ദ്രനെ പോലുള്ള ആളുകൾ കടുത്ത ബ്ലാസ്ഫമി ഉള്ള രാജ്യങ്ങളായിട്ടുള്ള പാകിസ്ഥാൻ ആയിക്കോട്ടെ, എന്താണ് UAE ആയിക്കോട്ടെ, അല്ലെങ്കിൽ ചൈന ആയിക്കോട്ടെ, ഇവർക്കൊക്കെ അവിടെ ഒരു ഇത്തരം രാജ്യങ്ങളുടെ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടോ? ഇത്തരം രാജ്യങ്ങളിൽ എക്സിസ്റ്റൻസ് ഇല്ല, കാരണം അത് മതരാഷ്ട്രങ്ങളാണ്. ഇനി കുറച്ചു കാലം കഴിയുമ്പോൾ ഇന്ത്യയിലും എക്സിസ്റ്റൻസ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇപ്പൊ നിർമാല്യം പോലൊരു സിനിമ ഇനി ഇന്ത്യയിൽ എടുക്കാൻ പറ്റും, കേരളത്തിൽ എടുക്കാൻ പറ്റും, എന്തെടുക്കാൻ പറ്റാത്തത്? അപ്പൊ എന്താ നിങ്ങൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആ രാജ്യങ്ങളിൽ വലിയ പ്രശ്നമാണെന്നാണ്. ശരി, എന്റെ പൊന്നു സുഹൃത്തെ, നമ്മുടെ വീട്ടിൽ ആദ്യം തന്നെ അരിയുണ്ടാന്ന് നോക്ക്, എന്നിട്ട് നമുക്ക് അവിടുത്തെ കാര്യം പറയാം. ഇന്ത്യയിൽ എന്താ സ്ഥിതിയുള്ളത്? ഗോവിന്ദ് വൻസാനടക്കം നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. എങ്ങനെയാ കൊല്ലപ്പെട്ടത്? ഇവിടെ വലിയ സഹിഷ്ണുതയുടെ വിളനിലമായി നിൽക്കുകയാണ് ഇപ്പൊ നമ്മുടെ രാജ്യം. ശരിയാണ്, നമ്മുടെ രാജ്യത്ത് നിയമപരമായിട്ട് തൂക്കിക്കൊല്ലാനൊന്നും നിയമമില്ല. ഇപ്പൊ ദൈവം ഉണ്ടായിട്ട് തൂക്കിക്കൊല്ലാൻ നിയമം ഉണ്ടായിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യവും ഒരുപാട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ ഒരു കാർട്ടൂൺ വരച്ചിട്ടുള്ള പത്തനംതിട്ടയിൽ എങ്ങാണ്ടുള്ള ഒരു ഹിന്ദു ദൈവത്തിന്റെ കാർട്ടൂൺ വരച്ചതിന് ഏറ്റവും ഒടുവിൽ അവൻ മാപ്പ് പറയേണ്ടി വന്നു. കാരണം എന്താ, ശിവസേന അതുപോലെ മറ്റേ സേന മറിച്ച് സേന എന്ന് പറഞ്ഞാൽ ഒരുപാട് സേനക്കാർ ഇന്ന് പ്രശ്നം ഉണ്ടാക്കി. അപ്പൊ അത്തരത്തിൽ നിർബാല്യം പോലെ സിനിമ എടുക്കാൻ കഴിയാത്ത രീതിയിൽ ഞാൻ പലപ്പോഴും അതിന്റെ MTയുടെ ഒരു ചെറുകഥയിൽ MT പറയുന്നുണ്ട്, ഇല്ല അവൾ ഒരിക്കലും ഒരു കറുത്ത വസ്ത്രത്തിനകത്ത് സ്വയം തന്നെ അടക്കം ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ദീർഘകാലം പ്രണയിച്ച സ്വന്തം പ്രണയിനിയെ കുറിച്ച് ഓർത്ത് ഒരു മഠത്തിന് അവളിപ്പോൾ എവിടെയായിരിക്കും എന്ന് ആലോചിച്ച് ഒരു കാമുകൻ കാർ ഓടിക്കുന്നതാണ്. കാമുകൻ എന്ന് പറയുന്ന വാക്ക് തന്നെ തെറ്റാണ്, സോറി, പ്രണയിക്കുന്നവൻ കാർ ഓടിക്കുന്നതാണ്. ആ കാർ ഓടിച്ച് കഴിയുമ്പോൾ കുറേ കഴിയുമ്പോൾ അവരൊരു മഠത്തിന്റെ സൈഡിലേക്ക് എത്തുകയാണ്. ആ മഠത്തിന്റെ സൈഡിൽ കൂടി പോകുമ്പോൾ അയാളുടെ ഒരു ആത്മാവ് വിചാരമാണെന്ന് പറയുന്നത് ഇത്തരത്തിൽ കറുത്ത വസ്ത്രത്തിനകത്ത് അവൾ ഒരിക്കലും സ്വയം തന്നെ അടക്കം ചെയ്യില്ലെന്ന്. എന്ന് പറഞ്ഞാൽ ഇപ്പൊ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള ഒരു വാചകം MT എഴുതിയാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും. ഇന്ത്യൻ സിവിലൈസേഷന്റെ അല്ലെങ്കിൽ ഹിന്ദു സിവിലൈസേഷന്റെ ഒക്കെ ഒരു മഹത്വമായിട്ട് പലരും കണക്കാക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്പോണൻസിനെ, എനിക്കെതിരെ ഒരു വാദം ഉന്നയിക്കുന്ന ആളുകളെ ചേർത്ത് നിർത്തുന്നു, അവരെ ഞാനൊരു ക്രിമിനലായിട്ട് കാണുന്നില്ല എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. അത് താങ്കൾ ഇപ്പം പറഞ്ഞ പോലെ പതിയെ പതിയെ മാഞ്ഞു പോവുകയാണ്. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോഴാണ് കോറായിട്ടുള്ള കാര്യത്തിലേക്ക് വന്നത്. അത് ഇന്ത്യ മഹാരാജ്യത്തും അങ്ങനെ പതിയെ പതിയെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇതില് ഈ പറയുന്ന ഇപ്പൊ തന്തൈ പെരിയോർ എന്ന് പറയുന്ന പെരിയോർ രാമസ്വാമി നായ്ക്കരടക്കമുള്ള ആളുകളെ കൃത്യമായിട്ട് ഹിന്ദു സമൂഹം ഉൾക്കൊണ്ടിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് രാജാറാം മോഹൻ റോയിയെയും ഈ പറയുന്ന പെരിയോറേയും ഒക്കെ ഉൾക്കൊള്ളേണ്ടി വന്നതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അത്രമാത്രം അനാചാരങ്ങളും ഈ പറയുന്ന പോലെ മോശപ്പെട്ട പ്രവണതകളും ഒക്കെ ഹിന്ദു സമുദായത്തിനകത്ത് നിലനിന്നിരുന്നു. ആ നിലനിന്നിരുന്നതിനെ പോരാടിയവരെ കൂട്ടിച്ചേർത്ത് നിർത്തുക അല്ലാതെ വേറെ വഴിയില്ലായിരുന്നു. നിങ്ങളൊന്ന് ആലോചിക്കണം, ഗാന്ധിജി വന്നപ്പോൾ പോലും ഒരു ചെയറിട്ട് വരാന്തയിൽ ഇരുത്തിക്കൊണ്ട് സംസാരിക്കുകയും തൊട്ടകത്ത് നിന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ ഇത്. വഴി നടക്കാൻ പട്ടിക്കും പൂച്ചക്കും അവകാശം ഉണ്ടായതും ബാക്കിയുള്ളവർക്ക് അവകാശമില്ലായിരുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത്തരം കാര്യങ്ങളിൽ നിന്ന് ഹിന്ദു സമൂഹം പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാര്യം കറക്റ്റാണ് ഗൗതം, ഹിന്ദു സമുദായവും ഹിന്ദു മതവും ഒക്കെ തന്നെ കാലാകാലങ്ങളായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് കുറെ എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ അതുപോലെ പലപ്പോഴും മറ്റു മതങ്ങൾ പരിഷ്കരിക്കപ്പെടാനുള്ള വിമുഖത കാണിച്ചിട്ടുണ്ട് എന്നുള്ളത്, പ്രത്യേകിച്ചും മുസ്ലിം സമുദായം അടക്കമുള്ള സമുദായങ്ങളൊക്കെ തന്നെ അവരുടെയൊക്കെ വളരെ ലിഖിതമായിട്ടുള്ള ഒരു ഗ്രന്ഥമായി എഴുതി വെച്ചുകൊണ്ട് തന്നെ അവരത് പരിഷ്കരിക്കാനുള്ള പണി കാണിച്ചു. ഒരു സ്റ്റേറ്റ്മെന്റ് വായിക്കാം, അത് ശരിയാണോ അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ വേണം. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാരത്താൽ ക്രിസ്തുമതവും ഇസ്ലാമും തകരുന്നു, ഹിന്ദുമതം നിലനിൽക്കുന്നു. ഹിന്ദുമതം നിലനിൽക്കും, തീർച്ചയായിട്ടും അത് വലിയൊരു കാര്യമാണ്. കാരണം അത് വളരെ ലൂസായിട്ടുള്ള, ഒട്ടും റിജിഡ് അല്ലാത്ത ഒരു മതമാണ്. ഈ കഴിഞ്ഞ കുറേ നാളുകളെങ്കിലുമായിട്ട്, ഞാൻ പറയുന്നത് പണ്ട് അങ്ങനെ ആയിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, പക്ഷെ കഴിഞ്ഞ കുറേ നാളെങ്കിലുമായിട്ട് അങ്ങനെയാണ്. പക്ഷേ അതിൽ നിന്ന് ഇപ്പം മാറിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാറുന്നു എന്ന് പറഞ്ഞാൽ ഭീകരമായ രീതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല, ഒരുപക്ഷെ നാളെ മതനിന്ദ അനുസരിക്കുകയും അതുപോലെ തന്നെ ദൈവനിന്ദയൊക്കെ ഒരുപക്ഷെ ശിക്ഷിക്കപ്പെടാവുന്ന നിയമമായി മാറാൻ കഴിയാവുന്ന രീതിയിലേക്ക് ഇന്ത്യ അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഹിന്ദു സമൂഹവും ഈ പറയുന്ന പോലെ അതുപോലെ തന്നെ യഥാർത്ഥത്തിൽ അത്തരത്തിലുള്ള മതവും ഒക്കെ തന്നെ വലിയ ഭീഷണികൾ നേരിടുകയാണ്, ഒരു സംശയമില്ല കാര്യത്തിൽ. അപ്പൊ അത് ഇനി ക്രിസ്ത്യൻ സമുദായത്തിനകത്തും ഈ പറയുന്നതിൽ ശരിയല്ല, കാരണം കുറേ പരിഷ്കരണങ്ങൾ വന്നിട്ടുണ്ട്, മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ തവണ ഞാൻ തന്നെ കാനഡയിൽ റെഡ് ഇന്ത്യൻസ് എന്ന് പറയുന്ന കുട്ടികൾ, അവർ പണ്ട് കൊലപ്പെടുത്തിയ കുട്ടികളാണ്.
അതായത് ഗോത്രവർഗ്ഗങ്ങളിലെ റെഡ് ഇന്ത്യൻസിനെ കുട്ടികളെ ഇവർ പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിൽ ചേർക്കുകയും അവിടെ കൊലപ്പെടുത്തുകയും യഥാർത്ഥത്തിൽ അവിടെ കുഴിച്ചുകൂടുകയും ചെയ്തതിന് ശേഷം ഈ വർഷങ്ങൾക്ക് മുമ്പ് അവരുടെ 250 വരുന്ന കുട്ടികളുടെ ഈ പറയുന്ന പോലെ അസ്ഥികൂടങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അത്തരം പല കാര്യങ്ങൾ ഇതുപോലെ ഉണ്ടായിട്ടുള്ള പല തെറ്റുകൾക്കൊക്കെ തന്നെ മാർപ്പാപ്പയൊക്കെ തന്നെ മാപ്പ് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്വവർഗരതിയും അതുപോലെ പള്ളികൾക്കകത്ത് ചർച്ചിനകത്ത് നടക്കുന്ന സ്ത്രീ വിരുദ്ധ പല ലൈംഗിക ഈ പറഞ്ഞ പോലെ പീഡനങ്ങളെ കുറിച്ചൊക്കെ തന്നെ തുറന്നു പറയാനും അതിനൊക്കെ മാപ്പപേക്ഷിക്കാനും പണ്ട് കാലത്ത് ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് പറയാനും ഒക്കെ തന്നെ മാർപ്പാപ്പ തയ്യാറാണ്. നാട്ടിലുള്ള ഈ ഒരു പരിഷ്കരണം അല്ലെങ്കിൽ ഈ ഒരു നവോത്ഥാനം ഇസ്ലാമിന്റെ അകത്ത് വേണ്ട രീതിയിൽ നടക്കുന്നില്ല. ഇസ്ലാമിൻ്റെ അകത്ത് അത് നടക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ ഇപ്പം നമ്മളൊരു സതിക്കെതിരെയോ അല്ലെങ്കിൽ ഐത്തത്തിനെതിരെയോ ഒക്കെ നടന്ന പോലെയുള്ള പരിഷ്കരണങ്ങളൊക്കെ നടക്കാത്തതായിട്ട് നമുക്ക് തോന്നാം. പക്ഷേ മറ്റു പല രാജ്യങ്ങളിലും ഇതിനെതിരെയുള്ള വലിയ പരിഷ്കരണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഇറാനിൽ തന്നെ നമുക്കറിയാവുന്ന പോലെ ഹിജാബിനെതിരെ അവിടെയുള്ള സ്ത്രീകളും കുട്ടികളും അമ്മമാരും ഒക്കെ വലിയ യുദ്ധം ചെയ്തിരുന്നു. യഥാർത്ഥത്തിൽ പിന്നീട് റോട്ടിൽ വെച്ചിട്ട് മതാചാര പോലീസ് അല്ലെങ്കിൽ അവരുടെ സ്ത്രീകളുടെ വസ്ത്രം നോക്കാനുള്ള പോലീസിനെ അവർ പിടിക്കാൻ തന്നെ ഭയപ്പെടുന്ന രീതിയിലേക്ക് അത് വളർന്നിരുന്നു. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ ലോകത്ത് എല്ലായിടത്തും സംഭവിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കണ്ണടച്ചിട്ട് ഇവിടെ സംഭവിക്കുന്നു അപ്പുറം സംഭവിക്കുന്നില്ല എന്ന് പറയാണ്. താലിബാനിലൊക്കെ കാര്യം വളരെ ഇതാട്ടോ. അല്ല, താലിബാനിൽ ശരിയാണ്. താലിബാൻ നിങ്ങൾ അറിയേണ്ടത് 1979 മുമ്പ് ഇറാനിൽ വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. ഈ പറയുന്ന കാബൂൾ അടക്കമുള്ള അഫ്ഗാനിസ്ഥാനിലടക്കമുള്ള കാര്യങ്ങളിൽ വലിയ ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ താലിബാൻ ഭരണത്തിലേക്ക് എറിയപ്പോഴേക്കും അത് തിരിച്ചു പോയതാണ്. ആ തിരിച്ചു പോക്കുകളെല്ലാം ഉള്ളപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. ഈ നാട്ടില് ഒരു 98-99% ആളുകളും ഒരു ഒരു ജനനം കൊണ്ട് ആ മതം തിരഞ്ഞെടുക്കുന്നവരാണ്. അവരൊരിക്കലും ഖുറാനോ ഭഗവത്ഗീതയോ അല്ലെങ്കിൽ രാമായണമോ മഹാഭാരതമോ വേദങ്ങളൊന്നും പഠിച്ചിട്ട് ആ മതം തിരഞ്ഞെടുക്കുന്നവരല്ല. അവരുടേതായ സാധാരണ രീതിക്ക് അങ്ങോട്ട് ജീവിച്ചു പോവുകയാണ് ചെയ്യുന്നത്. വീട്ടുകാരും അവർ കണ്ടിട്ടുള്ള രീതികളനുസരിച്ച് അതിനും അപ്പുറത്തേക്ക് അവരുടെ മനസ്സിൽ മതവുമില്ല, ഒരു മണ്ണാങ്കട്ടയുമില്ല. ഇത് യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മൾ വെറുതെ അങ്ങോട്ട് പറയണം. ആ മുസ്ലിം സമുദായത്തിലുള്ള ആളുകൾ മുഴുവൻ എത്ര റിജിഡാണ്, അവർ ഖുറാൻ വായിച്ചിട്ടുണ്ട്, ഖുറാനിൽ അനുസരിച്ച് ജീവിക്കുന്നു. തെറ്റാണ്. ഈ ഹദീസും അതുപോലെ തന്നെ ഇതുമൊക്കെ അറിയാത്ത ആളുകളുണ്ട്. സത്യം എന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരു ദിവസം എൻ്റെ ഓഫീസിൽ ഉണ്ടായിരുന്ന ഒരു പുള്ളിക്കാരൻ എന്നോട് ചോദിച്ചു, നീ ആരിഫ് ഹുസൈൻ തെരുവത്ത് പറയുമ്പോഴാണല്ലോ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്. അല്ലാതെ അവരൊരിക്കലും ഇപ്പൊ കാഫിറുകളാണ്, അവിശ്വാസികളാണ്. ശരിയാണ്, ആരിഫ് ഹുസൈൻ തെരുവത്ത് പറയുന്നത് ശരിയാണ്. പക്ഷെ അതൊന്നും വായിച്ചിട്ടല്ല ഇവരെന്ത് ചെയ്തിട്ടുള്ളത്. അത് പഠിച്ചു കഴിഞ്ഞാൽ കൂടുതൽ അപകടമാണ്. ഏത് മതവും പഠിച്ചാൽ അപകടമാണ്. ഏത് മതവും കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ വിശ്വാസി അല്ലാതായി തീരും. ഗൗതത്തിനോട് വേണമെങ്കിൽ ചർച്ചയ്ക്ക് കൂടുതൽ സമയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഇപ്പൊ ബൈബിള് എന്ന് പറയുന്ന ഒരു കാര്യം കൃത്യമായിട്ട് നേരെ ഈ ബൈബിൾ എന്ന് പറയുന്ന കാര്യം അത് തൊടാൻ പാടില്ലെന്ന് പറഞ്ഞ് പള്ളിയിൽ ചങ്ങലക്കിട്ട് വെച്ചിരുന്നതാണ്. എന്താ കാര്യം? ബൈബിൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ബൈബിൾ അല്ലല്ലോ പാലിക്കണേന്ന് നമുക്ക് പലപ്പോഴും പല മത നേതാക്കന്മാരെ കുറിച്ചും അവരുടെ ഈ പറഞ്ഞ പോലെ അച്ഛന്മാരെ കുറിച്ചൊക്കെ തോന്നും. സാർ, ഈ ഒരു നവോത്ഥാനം എല്ലാ മതത്തിനുള്ളിൽ പരിഷ്കരണം രൂപപ്പെടേണ്ടതാണ്. ഇപ്പം ഹിജബ് ധരിക്കണം എന്ന് പറഞ്ഞിട്ട് വാശിപ്പെടുന്ന രീതിയിലാണ് പലരും കാര്യങ്ങളൊക്കെ നയിക്കുന്നത്. അത് സാറ് കാണുന്നുണ്ട്? അല്ല, ഹിജാബ് ധരിക്കണമെന്നും പല കാര്യങ്ങളിലും ഇപ്പൊ ഹിന്ദു മതത്തിലൊക്കെ തന്നെ അത്തരത്തിലുള്ള പല വാശികളും കൂടി വരികയാണ്. ഈ കൂടി വരുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഹിജാബ് ഇല്ലാതെ അവർക്ക് ഉറക്കം വരാഞ്ഞിട്ടൊന്നും അല്ല ഗൗതം. ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഇതെന്താ വെച്ചാൽ രാഷ്ട്രീയമായി ഒരു ചേരിയിലേക്ക് ആളുകൾ എത്തിക്കുക, അധികാരം പിടിക്കുക എന്നുള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ വേണമെങ്കിൽ ഇതിനൊരു ഉദാഹരണം കൂടി പറയാം. ഇപ്പൊ ഫാത്തിമ തഹ്ലിയ എന്ന് പറയുന്ന പെൺകുട്ടിയുണ്ട്. ഇപ്പൊ MLA ആണ് അവർ. കഴിഞ്ഞ തവണ വന്നിട്ട് മറ്റേ വലിയ ഒരു 3-4 കൊല്ലം മുമ്പ് കൈരളി TV-യിലുള്ള വീഡിയോ ആണ്. അതായത് നമ്മുടെ MES-ന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ, പുള്ളിക്ക് ഫസൽ ഗഫൂർ മറ്റേ ഇയാളുടെ ഇന്റർവ്യൂവിന് ഇരിക്കുന്നു, നമ്മുടെ ജോൺ ബിട്ടാസ് ആയിട്ടുള്ള ഇന്റർവ്യൂവിന് ഇരിക്കുന്നു. അപ്പോൾ ഫാത്തിമ തഹ്ലിയ വന്നിട്ട് ചോദിക്കുന്നു ഒരു ചോദ്യമാണ്. ഈ ചോദ്യത്തിനൊക്കെ ഭയങ്കര കുനിഷ്ടുണ്ട്. ആ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കൃത്യമായിട്ട് അന്നേരം നിക്കാബ് ധരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ, അതായത് MES-ന്റെ ക്യാമ്പസുകളിൽ പെൺകുട്ടികൾ വരാൻ സമ്മതിക്കില്ല എന്ന് പുള്ളി നിലപാടെടുത്തിട്ടുള്ള സമയമാണ്. ആ സമയത്ത് ഉടനെ തന്നെ ഫാത്തിമ തഹ്ലിയ വന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. ഞാൻ വലിയ റെസ്പെക്റ്റോടുകൂടി ആദരവോടുകൂടി കണ്ടിട്ടുള്ള ഒരാളാണ് സാർ. പക്ഷെ നിങ്ങളുടെ അവിടെ കുട്ടികളെ തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട മാനദണ്ഡം എന്താണ് സാർ? നിക്കാബ് ധരിക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ലേ, പെർമിറ്റ് ചെയ്യില്ലേ? ആ നിക്കാബ് ധരിക്കാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യില്ലേ? അവരുടെ അവകാശത്തെ നിങ്ങൾ എന്തുകൊണ്ടാണ് മാറ്റിവെക്കുന്നത് എന്ന് ചോദ്യം ചോദിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഫസൽ ഗഫൂർ ആയതുകൊണ്ടും ഫസൽ ഗഫൂർ MES-ന്റെ പ്രസിഡന്റ് ആയതുകൊണ്ടും അദ്ദേഹം വലിയ ധനാഢ്യനായതുകൊണ്ട് അദ്ദേഹം ഇരുന്ന് അഭിപ്രായം പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് തട്ടിപ്പ്. കാരണം അവര് മുഖത്ത് വലിയ മേക്കപ്പ് ഒക്കെ ഇട്ട് വളരെ സുന്ദരിയായിട്ട് വന്നുകൊണ്ട് ഇവിടെ സംസാരിക്കുന്നു. പക്ഷെ എന്നിട്ട് ബാക്കിയുള്ളവർ മുഖം മറക്കുന്ന കുറച്ച് ആളുകളുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുന്നു, വലിയ സമരം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് നേരെ തിരിച്ച് ഞാൻ പറയുന്നത് ഇതൊക്കെ തന്ത്രമാണ്. എന്താ കാര്യം വെച്ചാൽ
നിക്കാബ് ധരിക്കാൻ, ശരിയാണ്, മുഖം മറക്കണമെന്ന് ഒരാൾ വിചാരിച്ചാൽ അത് അയാളുടെ അവകാശമാണ്. പക്ഷെ അതേ ആളുകൾ മറ്റത് വരുമ്പോൾ മിണ്ടൂല. ഏത് ഇറാനിൽ ഹിജാബ് ധരിക്കണ്ട എന്ന് വിചാരിക്കുമ്പോൾ അത് അവരുടെ അവകാശമാണ്. ഇഫ് ദ ഡ്രസ് ഇസ് യുവർ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഇനി ഇത് ഇവിടെ കൊണ്ട് നിർത്തണ്ട, ഇത് ഹിന്ദു മതത്തിലുണ്ട് ഇതുപോലെയുള്ള തട്ടിപ്പ് ധരിക്കണങ്ങളും. അതായത് ആരിഫ് ഹുസൈൻ പറയുന്ന ഈ കാര്യം എന്ത് ചെയ്യണം, ഹിജാബ് ധരിക്കുന്നതിനെതിരെ അവർ ഏറ്റെടുക്കുകയും RV ബാബു ഒക്കെ വേറൊരു കാര്യം പറയുമ്പോഴത്തേക്കും അതിനെന്ത് ചെയ്യുകയും ചെയ്യും, എതിർക്കുകയും ശശികല ടീച്ചറൊക്കെ അതിനെ എതിർക്കുകയും ചെയ്യും. കാരണം ഒരു അമ്പലത്തിൽ കയറി മറ്റേ പാട്ട് പാടാൻ പാടില്ല, ക്രിസ്തീയ ഭക്തിഗാനം പാടാൻ പാടില്ല എന്ന് ഇവർ പറയും. തീർച്ചയായിട്ടും സാർ, ഈ ഒരു ഇന്ത്യയിൽ നമുക്ക് ഇത് കൂടി പറഞ്ഞുകൊണ്ട് നിർത്താൻ തോന്നുന്നു. ഇന്ത്യയിൽ ഒരു ഇന്റലക്ച്വൽ ട്രഡിഷൻ ഉണ്ടായിരുന്നു, ഈ ചാർവാകന്റെ അല്ലെങ്കിൽ അത്തരത്തിൽ ലോജിക്കിനും യുക്തിക്കും അല്ലെങ്കിൽ വേദത്തൊക്കെ നിരാകരിക്കുന്ന അതില്ലാത്ത എന്നൊക്കെ പറയുന്നത്, അതിനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരട്ടെ. അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാവുന്ന ഒരു പരിസ്ഥിതിയല്ല ഗൗതം. കാരണം അതിനെ ഗൗതം ഇതിൻ്റെയൊക്കെ ബേസ് എന്താണെന്ന് ഗൗതത്തിന് അറിയും. വളരെ ലളിതമാണ് ഗൗതം. നിങ്ങൾ ഒരു ഹിന്ദുവോ മുസൽമാനോ ക്രിസ്ത്യനോ അല്ലാതെ നിങ്ങളൊരു മനുഷ്യനായി നിൽക്കുക എന്ന് പറഞ്ഞാൽ ആർക്കാണത് വലിയ ഡേഞ്ചർ എന്നറിയാം? അവിടെയാണ് അതിൻ്റെ പ്രശ്നം. നിങ്ങളൊരു മനുഷ്യനും നിങ്ങളൊരു യുക്തിസഹമായ ചിന്തകളുള്ള വളരെ റാഡിക്കലായിട്ടുള്ള തോട്ടുള്ള ഒരാളായി മാറുക എന്ന് പറഞ്ഞാൽ അത് ഭയപ്പെടുന്ന ആരെയെന്നറിയോ? ഇവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെയാണ്. തീർച്ചയായിട്ടും. കാരണം അങ്ങനെ നിങ്ങൾ ഓരോന്നിലും യുക്തിസഹമായി ചിന്ത എടുക്കാൻ തുടങ്ങി അവരുടെ ഒരു തെറ്റും എന്ത് ചെയ്യാൻ പറ്റില്ല. അല്ല, അവരുടെ തട്ടിപ്പുകൾ പൊളിഞ്ഞു വീഴും. ഒരു തെറ്റും ചെയ്യാൻ പറ്റില്ല അവർക്ക്. മനസ്സിലായി? നിങ്ങളിപ്പോൾ ഒരു 10,000 പേരൊരു രാജ്യത്തുണ്ട്, ആ 10,000 പേരാണ് വോട്ട് ചെയ്യുന്നത്. ആ 10,000 പേരും കേസ് ബൈ കേസ് എടുത്ത് കൃത്യമായി ആലോചിച്ച് യാതൊരുവിധ ബയസുമില്ലാതെ ഒരു മനുഷ്യൻ എന്നുള്ള നിലക്ക് മാത്രം ആലോചിച്ചുകൊണ്ട് പെരുമാറുമെന്ന് പറഞ്ഞാൽ ഈ ലോകത്തെവിടെയും അത് ഭരണകൂടങ്ങൾക്ക് വലിയ ഭീഷണിയാണ്. അതേസമയം ട്രംപ് അമേരിക്കയിൽ ജയിക്കാനായിട്ട് വരൂ, നമ്മൾ ഈ പറയുന്ന പോലെ കറുത്ത വർഗ്ഗക്കാരും വെളുത്ത വർഗ്ഗക്കാരാണ് കൂടുതൽ, അപ്പോൾ നമുക്ക് അവരോടൊപ്പം നിൽക്കാം, ബ്ലഡി ഇന്ത്യൻസ് എന്ന് പറയുമ്പോഴേക്കും ആളുകൾ കൂടുമെങ്കിൽ യഥാർത്ഥത്തിൽ അങ്ങനെ ആളെ കൂട്ടാനുള്ള പരിശ്രമമാണ് നടക്കുന്നത്. ഇതിൻ്റെ പുറകിൽ ഒരു കാര്യം കൂടി ഗോത്തോട് പറയാം. മുസ്ലിം എന്നോ ക്രിസ്ത്യൻ എന്നോ പാഴ്സി എന്നോ സിഖ് എന്നോ ഒന്നുമില്ല. ഇപ്പൊ മണിപ്പൂരിൽ എന്താ സംഭവിക്കുന്നത്? 60 സീറ്റുണ്ട്, 40 സീറ്റിൽ ആര് ജയിക്കും? മെയ്ത്തികൾ ജയിക്കും. അതുപോലെ കുക്കികൾ എന്ത് ചെയ്യും? 20 സീറ്റുകളിൽ ജയിക്കും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? ആ 40 സീറ്റുള്ളവരൊപ്പം വളരെ ലളിതമാണ്. ലോകം മുഴുവൻ സഞ്ചരിച്ചിട്ടുള്ള സന്തോഷ് ജോർജ് കുളങ്ങര പറഞ്ഞൊരു കാര്യമുണ്ട്. നിങ്ങൾ ലോകത്തിൽ വേറെ എവിടെയും പോകേണ്ട കാര്യമില്ല, ഏറ്റവും ആദ്യം പോകേണ്ടത് സഞ്ചരിക്കേണ്ടത് ഇന്ത്യയിലാണ്. കാരണം ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്തിന്റെ തന്നെ ഒരു മിനിയേച്ചറാണ്. പല ഭാഷകൾ, പല സംസ്കാരം, ഇതെല്ലാം കൂടി ഒന്നിൽ നിലനിൽക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ അത്ഭുതമാണ്. സാർ, ഇപ്പൊ ഈ പറഞ്ഞ ഈ പ്രശ്നങ്ങൾ ഗുരുതരമാവുകയാണെങ്കിൽ വിഭജിക്കപ്പെടില്ലേ? ഉറപ്പായിട്ടും. സത്യത്തിൽ ഇപ്പൊ ഞാൻ പണ്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് 2-3 കൊല്ലം മുമ്പ്. ഗൗതം അറിയേണ്ടത് ഭയങ്കരമായി അപ്രീസിയേഷൻ കിട്ടിയൊരു വീഡിയോ ആണ്. ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, ഇന്ത്യ ഹിന്ദു രാഷ്ട്രമായി എന്ന് വിചാരിച്ചു, പിന്നെ തകരാൻ അധികം സമയം വേണ്ടെന്ന്. എന്തുകൊണ്ടാണെന്നറിയോ? ഗൗതം ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ട്, മതപരമായ രാജ്യങ്ങളിലെല്ലാം അവിടുത്തെ പിന്നെ അവരുടെ അകത്ത പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളായി മാറും. അതായത് പിന്നെ നിങ്ങൾക്ക് വേറൊരു ന്യൂനപക്ഷത്തെ ചൂണ്ടിക്കാണിക്കാനില്ലെങ്കിൽ സ്വാഭാവികമായിട്ട് ഹിന്ദു രാജ്യമായി മാറിയാൽ എന്താണ് സംഭവിക്കുക? ഹിന്ദു രാജ്യമായി മാറിയാൽ അതിൻ്റെ ഒരു അധികാരം മുഴുവൻ കൈയാളാൻ പോകുന്നത് ഹിന്ദു മതത്തിൽ ഏതാണ്ട് 2% പോലും ഇല്ലാത്ത ബ്രാഹ്മണർ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിനായിരിക്കും കൂടുതൽ പ്രാമുഖ്യം കിട്ടുക. കേരളത്തിൽ പോലും യഥാർത്ഥത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള വലിയ മേൽക്കൈയുള്ളത് നായർ വിഭാഗത്തിനാണ്. മനസ്സിലായോ? അപ്പോൾ അത്തരത്തിലുള്ള പല വിഭാഗങ്ങൾക്കും ആയിരിക്കും ഇത് കിട്ടുക. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? 60-65% വരുന്ന അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളും അതുപോലെ തന്നെ SC/STകളും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബോടൊക്കെ ഉള്ള ആളുകൾക്കും വലിയ തോതിലുള്ള നീതിരാഹിത്യം ഉണ്ടാവുകയും പിന്നീട് ഈ രാഷ്ട്രമായതുകൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ട് ഇതിനകത്ത് കലാപം ഉണ്ടാവും. ഇതിലിപ്പോ എന്താണ്, ഇപ്പൊ RSSന്റെ മോഹൻ ഭാഗവത് ഒക്കെ, സർസംഘ് ചാലകൊക്കെ പറയുന്നത് ഹിന്ദു രാഷ്ട്രം പ്രത്യേകിച്ച് ആക്കാനൊന്നുമില്ല, ഓൾറെഡി ഹിന്ദു രാഷ്ട്രം ആണെന്നുള്ളതാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ കുഴപ്പമില്ല. ഇപ്പൊ നാളെ ഗൗതം എന്ന് പറയുന്നത് ഹിന്ദു രാഷ്ട്രം ആയി കഴിഞ്ഞു എന്ന് ചോദിച്ചാൽ നമുക്ക് കുഴപ്പമില്ലല്ലോ. ഇപ്പൊ കേരളം വേണമെങ്കിൽ ഹിന്ദു സ്റ്റേറ്റ് ആയി കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ കുഴപ്പമില്ല. പക്ഷേ നേരത്തെ ഇവർ പറഞ്ഞിട്ടുള്ള മനുസ്മൃതിയും അതുപോലെ വേദങ്ങളും അതുപോലെ ഈ പറയുന്ന പോലെ ഗോവധ നിരോധനവും അതുപോലെയുള്ള നിരവധി കാര്യങ്ങളും അടക്കമുള്ള കാര്യങ്ങളെല്ലാം പ്രാവർത്തികമാകുന്ന ലെവലിൽ ഒരു ഹിന്ദു രാഷ്ട്രം വന്നാൽ അതിൻ്റെ അകത്ത് ഉള്ള വലിയ, ശരിക്കും പറഞ്ഞാൽ നാളെ ഇന്ത്യയിലെ മുസ്ലിംസും അതുപോലെ ക്രിസ്ത്യൻസും അതുപോലെ പാഴ്സികളും സിക്കാരും എല്ലാവരും ഹിന്ദുക്കളായിരുന്നു വിചാരിക്കും. എന്നിട്ട് അവരെ ഏത് ജാതിയിലേക്ക് പോയി ജോയിൻ ചെയ്യും? ഏത് ജാതിയിലേക്ക് ജോയിൻ ചെയ്യും? ഈ ജാതീയമായിട്ടുള്ള അസമത്വങ്ങൾ ഹിന്ദു മതത്തിനകത്ത് നിലനിൽക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം പോലെ തന്നെ ഷിയ സുന്നി പ്രശ്നങ്ങളൊക്കെ തന്നെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. ഇനി അതിൽ തന്നെ ബോറ കമ്മ്യൂണിറ്റി, നിരവധി പ്രശ്നങ്ങൾ, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, നിരവധി കമ്മ്യൂണിറ്റികൾ, ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളുണ്ട്, കുർദിസ് വംശജരുണ്ട്, പല ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറികളായിട്ടുള്ള ആളുകളുണ്ട്. അത് മാറ്റിക്കൊണ്ട് ഇത് നിലനിൽക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സാർ പറഞ്ഞത് വളരെ ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഒരു മഹനീയമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഇന്ത്യയിൽ നിന്ന്
ഇല്ലാതാവുകയാണെങ്കിൽ, ഒപ്പണൻസിനെ കൂടെ ചേർത്ത് നിർത്താൻ പറ്റുന്ന ഒരു സ്വഭാവം നമ്മളിൽ നിന്ന് ഇല്ലാതാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിഭജിക്കപ്പെടും. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാവുന്ന, ഇന്ത്യ ശരിക്കും ഒരു 1947 സ്വാതന്ത്ര്യം കിട്ടി 10 കൊല്ലം കഴിയുമ്പോൾ തന്നെ തകരും എന്നുള്ളതാണ് മിക്ക വിദേശ മാധ്യമ ലേഖകരും വിചാരിച്ചിരുന്നത്. ഇപ്പൊ വാഷിങ്ടൺ പോസ്റ്റിലും അതുപോലെ തന്നെ ന്യൂയോർക്ക് ടൈംസിലും ഒക്കെ തന്നെ നിരവധി ലേഖനങ്ങൾ വന്നിരുന്നു ഇന്ത്യ എന്ന് തകരും. കാരണം നമ്മൾ വളരെ അസാധാരണമായിട്ടുള്ള ഒരു ജനവിഭാഗമാണ്. കാരണം സാധാരണ രാജ്യങ്ങളിലെല്ലാം ഒരേ ഭാഷയാണ്, ഒരേ തരത്തിലുള്ള പ്രകൃതമായിട്ടുള്ള ആളുകളാണ്. ഇതല്ല, ഇത് സൗത്ത് ഇന്ത്യയും നോർത്ത് ഇന്ത്യയൊക്കെ തമ്മിലും ഓരോ സ്റ്റേറ്റുകളൊക്കെ തമ്മിലും വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ തമിഴല്ല കേരളത്തിൽ മലയാളമാണ് സംസാരിക്കുന്നത്, തൊട്ടപ്പുറത്ത് കന്നഡയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വളരെ നാനാത്വത്തിൽ ഏകത്വമുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ഈ രാജ്യം നിലനിൽക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ ഉൾക്കൊള്ളാനുള്ള ഒരു വിശാലമായിട്ടുള്ള മനസ്സ്, ഒരു ഏകാധിപത്യത്തിലേക്ക് പോകാതിരിക്കാനുള്ള മനസ്സ്, ഡോണ്ട് സ്പെയർ മീ എന്ന് പറയുന്ന നെഹ്റുവിൻ്റെ മനസ്സ്, അതുപോലെയുള്ള മനസ്സുള്ള നിരവധി ഭരണാധികാരികൾ ഇന്ത്യയിലുണ്ടായിരുന്നു എന്നുള്ളതാണ്. പകരം പാകിസ്ഥാൻ പോലെ മറ്റു ബംഗ്ലാദേശ് പോലെ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങൾ പോലും നോക്കിയാൽ അങ്ങനെയുള്ള ഭരണാധികാരികളല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇഫ് യു ബിക്കം മോർ ടോളറൻറ്റ് ദെൻ യു വിൽ ലോങ് ഈ പറഞ്ഞ Existence ഉണ്ടാവും, നിലനിൽക്കും. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.